എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു നോർമൽ പാൻറ് കട്ട് ചെയ്യുന്ന രീതിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് കട്ടിങ്ങിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് പാൻറ് കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു 2.25 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 2.25 മീറ്റർ തുണി ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ആ തുണിയെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിടണം. തുണിയെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിടണം. ആദ്യം ഇങ്ങനെ, ഇതാണ് നീളം, തേരുവശമാണ് നീളമായിട്ട് എടുക്കുന്നത്. ഇത് വീതി അല്ലെങ്കിൽ നമ്മളെ വണ്ണം വരും. ഇത് ഇറക്കാം കേട്ടോ. അങ്ങനെ തുണിയെ നമ്മൾ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇപ്പം 2.25 മീറ്ററിനെ പകുതിയാക്കി കണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ പാൻറ് കട്ട് ചെയ്യുമ്പോൾ തുണി മടക്കിയിടുന്നത്. രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം അതിനെ ഇത് 2 മടക്കി വരുന്നുള്ളൂ. നമ്മുടെ 2 കാൽഭാഗം ഉണ്ടല്ലോ, ഇടത് കാലും വലത് കാലും. അപ്പം അതുകൊണ്ട് ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ട് 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഇറക്കവും വണ്ണവും എടുക്കണം. ഓക്കെ, തുണിയെ ആദ്യം 2ആയിട്ട് ഇങ്ങനെ മടക്കി വീണ്ടും അതിനെ 4ആയിട്ട് മടക്കി ഈ ഭാഗം ഇവിടെ, ഈ ഭാഗം ഇറക്കും. പിന്നെ കാലിൻ്റെ അടിഭാഗം, ഇത് മുകൾ ഭാഗം. ഇങ്ങനെ വരുന്നതാണ് ഇറക്കം. ഇനി നമുക്ക് മാർക്ക് ചെയ്യാം. വേണ്ടുന്ന ഇറക്കം പ്ലസ് 2 ഇഞ്ച് കൂട്ടണം. ഈ 2 ഇഞ്ച് കൂട്ടുന്നത് അടിമടക്കി തയ്ക്കാനായിട്ട്. അതിന് ഇത് നമ്മുടെ ഒരു സൈഡിൽ പ്ലീറ്റ് ഇട്ട പാൻറ്റാണ് തയ്ക്കാൻ പോകുന്നത്. സൈഡിലും ഇടാം, ഫ്രണ്ടിലും ഇടാം. ഇതിപ്പോൾ ഞാൻ സൈഡിലാണ് ഇടുന്നത് കേട്ടോ. അപ്പം എനിക്ക് വേണ്ടുന്ന ഇറക്കം എത്രയെടുത്ത് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് 2 ഇഞ്ച് കാലിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കാനായിട്ട് കൂട്ടിയെടുക്കണം. എനിക്ക് 40 ഇഞ്ചാണ് ഇറക്കം വേണ്ടത്. 40ൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടണം. അപ്പം 42. മൊത്തത്തിൽ വേണ്ടത് 42. പിന്നെ നമ്മുടെ ബാൻഡ് പീസ് അതിൽ നിന്ന് മൈനസ് ചെയ്യണം. ഓക്കെ, 42ൽ നിന്ന് ബാൻഡ് എനിക്ക് വേണ്ടുന്ന ഇറക്കം പ്ലസ് 2 ഇഞ്ച്. 40ആണ് വേണ്ടത്, 2 ഇഞ്ച്. അപ്പോൾ 2 ഇഞ്ച് ഇതിന് കാലിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കാനായിട്ട്. അപ്പോൾ 42 നമുക്ക് കിട്ടി. എന്നിട്ട് അതിൽ നിന്ന് ബാൻഡ് പീസിൻ്റെ ലെന്ത് കുറയ്ക്കണം. ബാൻഡ് പീസ് നമ്മുടെ ചുരിദാറിൻ്റെ സ്ലിറ്റ് ഭാഗം ഉണ്ടല്ലോ, ഇറങ്ങിക്കട, അത് കാണരുത്. സ്ലിറ്റിന് മുകളിൽ നിൽക്കണം. ഈ ഈ ബാൻഡും പാൻറ്റിൻ്റെ ആ ഭാഗവും കൂടെ മുറിവ് വരുന്നത്. അപ്പോൾ കട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൂ കേട്ടോ. ഞാനതിൽ നിന്ന് 42ൽ നിന്ന് 7 ഇഞ്ചാണ് മൈനസ് ചെയ്യുന്നത്. 42ൽ നിന്ന് 7 ഇഞ്ച് കുറച്ച് വേണം നമുക്ക് തുണിയെടുക്കാൻ. അപ്പോൾ ആദ്യം നമുക്കിവിടെ തുണി 4ആക്കിയിട്ട് മടക്കിയതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്യണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തുണി അവർ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. എനിക്കിവിടെ കിട്ടിയ ഇറക്കം എത്ര? 42. 42ൽ നിന്ന് 7 ഇഞ്ച് മൈനസ് ചെയ്യണം ബാൻഡ് പീസ് കേട്ടോ. അപ്പോൾ 42ൽ നിന്ന് 7 പോയാൽ 35. അപ്പം ആദ്യം നമ്മൾ ഇവിടെ തുണി ലെവൽ ചെയ്യണം. തുണി ലെവൽ ചെയ്തതിന് ശേഷം തുണി ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഇറക്കം എടുക്കുക. 35. 42ൽ നിന്ന്
7 പോയാൽ 35. അപ്പോൾ ആ 35 ഇവിടെ എടുക്കുക. 35 മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തുണി, ഞാൻ ഈ ഫുള്ള് വീതി എടുക്കുന്നുണ്ട് കേട്ടോ, ഞൊറിവിടാനായിട്ട്. ഇപ്പം നമ്മൾ 7 ഇഞ്ച് മൈനസ് ചെയ്തല്ലോ. ഇനി നമുക്ക് വേണ്ടത് കാലിൻ്റെ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ അത് എടുക്കണം. എനിക്കിവിടെ വേണ്ടത് കാലിൻ്റെ വണ്ണം 7 ഇഞ്ചാണ്. കാലിൻ്റെ വണ്ണം 7 ഇഞ്ച്. എന്നിട്ട് നമ്മൾ 2 ഇഞ്ചല്ലേ ഇവിടെ കൂട്ടിയെടുത്തേക്കുന്നത്. ആ 2 ഇഞ്ചിൽ മുടിഞ്ഞിനെ മാർക്ക് ചെയ്യുക. അതാണ് നമ്മൾ ഇവിടെ മടക്കാൻ എടുക്കുന്നത്. ഓക്കെ. എന്നിട്ട് നമ്മൾ തയ്യൽ തുമ്പ് 7 കറക്റ്റായിട്ട് വേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് 1 1.5 കൊടുക്കുക കേട്ടോ. 1.5 എടുത്തിട്ട് ഇതേപോലെ ചരിച്ചെടുക്കണം. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ക്രോച്ച് ലെന്ത് എന്ന് പറയും. ഇതൊരു നോർമൽ പാൻറ്റാണ് കേട്ടോ. ക്രോച്ച് ലെന്ത് എന്ന് പറയും. ഇപ്പോൾ ഈ ഓപ്പൺ വരുന്ന ഭാഗത്ത് നിന്ന് 4 മടക്കിയിട്ടില്ലേ, ഈ ഓപ്പൺ വരുന്ന ഭാഗത്ത് നിന്ന് മൊത്തത്തിൽ ക്രോച്ച് ലെന്ത് വരുന്നത് 14.5 ഇഞ്ചാണ്. അപ്പോൾ 7 ഇഞ്ച് നമുക്ക് ഇവിടെ 7 ഇഞ്ച് എന്താ ബാൻഡിൻ്റെ നീളം. 7 ഇഞ്ച് 14.5 ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ 14.5 എവിടെ കിട്ടുന്നതെന്ന് വെച്ചാൽ എടുക്കാം. അപ്പോൾ ക്രോച്ചിൻ്റെ ആ ലെന്താണ് 14.5. 7 ഇഞ്ച് നമുക്ക് ബാൻഡ് നീളം വരും. മൊത്തത്തിൽ നമുക്ക് 14.5 മതി. അപ്പോൾ 14 ഇതാണ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. 14 മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് 8 ക്രോച്ച് ബാൻഡിൻ്റെ നീളം 7. അപ്പം മൊത്തത്തിൽ നമുക്ക് 14. ഓക്കെ, അങ്ങനെ കിട്ടി. ഇനി നമ്മുടെ ഈ കാലിൻ്റെ ഈ ഭാഗവും ഇതും കൂടെ നമുക്ക് ജോയിൻ ചെയ്യാം. ഇതൊരു നോർമൽ കട്ടിങ് കേട്ടോ. കണ്ടോ, കാലിൻ്റെ ഭാഗം ഇതുകൂടെ നമുക്ക് ജോയിൻ ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് തയ്യൽ തുമ്പ്. ഓക്കെ. ഇത് നമുക്ക് ഇവിടിങ്ങനെ നമുക്ക് ഈ ഷേപ്പ് കട്ട് ചെയ്യാം. അങ്ങനെയുള്ളതും ഉണ്ട് കേട്ടോ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇത് നോർമലായിട്ട് റഫായിട്ടൊന്ന് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഞാൻ ഒന്നുകൂടെ പറയാം. തുണിയെ നീളത്തിൽ 2 മടക്കിയതിന് ശേഷം അതിനെ 4 മടക്കി 2 കാൽഭാഗം അതിനെ മടക്കിയിട്ടതിന് ശേഷം ഓപ്പൺ വരുന്ന ഭാഗത്തുനിന്ന് നമുക്ക് ക്രോച്ച് ഭാഗം കണ്ടുപിടിക്കണം. അവിടെ നമുക്ക് ബാൻഡിൻ്റെ നീളം ഇവിടെ ഈ സൈഡിലാണ് നമുക്ക് ഞൊറിവ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് ബാൻഡിൻ്റെ നീളം ഞാൻ എടുത്തേക്കുന്നത് 7 ഇഞ്ച്. 7 ഇഞ്ചിൽ നിന്ന് ക്രോച്ചിൻ്റെ ലെന്ത് എനിക്ക് വേണ്ടത് 14. ഇപ്പോൾ ഞാൻ ഈ ടേപ്പിനകത്ത് 14 മാർക്ക് ചെയ്ത് ഇപ്പോൾ നമുക്ക് എളുപ്പം കണ്ടുപിടിച്ചു. കാലിൻ്റെ ഭാഗം വണ്ണം വന്നേക്കുന്നത് 7 ഇഞ്ചാണ് ഇവിടെ വന്നേക്കുന്നത്. 1.5 ഇഞ്ച് ലൂസ് കൂട്ടി. അപ്പം ഇനി നമുക്കിവിടെ ആ 7.5 14.5 നമ്മുടെ ആ കാലിൻ്റെ ഷേപ്പ് കട്ട് ചെയ്യാം. ഓക്കെ. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. നോർമലായിട്ട് കട്ട് ചെയ്യാം. ഇങ്ങനെ ഷേപ്പിങ് അങ്ങനെ കട്ട് ചെയ്യാം. ഈ രീതിയിലും കട്ട്. ഇത് റഫായിട്ട് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ കാൽഭാഗം കട്ട് ചെയ്തു ഉണ്ടല്ലേ. ഇനി ഈ ഭാഗത്ത് ഈ ഓപ്പൺ വരാത്ത ഉണ്ടല്ലേ, ഇങ്ങനെ ഈ ഭാഗത്ത് നമുക്ക് ബാൻഡിൻ്റെ പീസ് കട്ട് ചെയ്തു. ഇത് നമുക്ക് ഇങ്ങനെ മടക്കി കൊടുക്കണം. ഇവിടെ ഒരു ചരിവ് വന്ന് എന്തിനാന്ന് അറിയാമോ? ഈ ചരിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് 7 ഇഞ്ച് വന്ന് ഇങ്ങനെ നേരെ പോകണ്ട, ഇങ്ങനെ ഒരു ചരിച്ചെടുക്കണം ഒരു കാലത്ത്. കാരണം നമ്മൾ ഇങ്ങനെ മടക്കുമ്പോൾ കറക്റ്റ് ആ വീതിയിലൂടെ കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കും, എത്തത്തില്ല. അതുകൊണ്ട് ഇവിടെ ഒരു ചരിവ് കൊടുത്താൽ കറക്റ്റ് നമുക്ക് ആ കട്ടിങ് മുകളിലോട്ട് വരുമ്പോൾ കറക്റ്റ് അവിടെ ഭംഗി കിട്ടും. അല്ലെങ്കിൽ അവിടെ ചുളുപാട്ട് നിൽക്കും. ആ 2 ഇഞ്ച് നമ്മൾ എവിടെ മാർക്ക് ചെയ്ത് വെച്ചാൽ അവിടെ ഒരു കട്ട് കൊടുക്കുക. എന്താ, ഇനി നമുക്ക് ബാൻഡിൻ്റെ പീസ് കട്ട് ചെയ്യാം. ബാൻഡ് പീസ് കട്ട് ചെയ്യുമ്പോൾ തുണി നമ്മൾ ഇത് 4 മടക്കിയിട്ടായിരുന്നു.
ഇത് നമുക്ക് 4ആയിട്ട് തന്നെ മടക്കാം. ഇത് ഈ ഭാഗം 2, ഈ ഭാഗം 2. അപ്പോൾ നമ്മൾ എത്ര എടുത്ത് 4 ഇഞ്ച് 7 ഇഞ്ചല്ലേ പാൻറ്റിൻ്റെ നീളം മൈനസ് ചെയ്ത് കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പോൾ 7 ഇഞ്ചാണ് എനിക്കിവിടെ വേണ്ടത് അല്ലേ. 7 ഇഞ്ച് വേണം. പിന്നെ നമുക്ക് ആ വള്ളി ഇടുന്ന ഭാഗം മടക്കി തയ്ക്കാനായിട്ട് 1.5 കൂട്ടിയെടുക്കണം. അപ്പം 7 ഇഞ്ച് വേണം, 1.5 ഇഞ്ച് കൂട്ടിയെടുക്കണം. അപ്പം 8.5. 7ൻ്റെ കൂടെ 1.5 കൂട്ടണം. പിന്നെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ വേസ്റ്റ് ഭാഗത്തെ വണ്ണം എത്രയാണെന്ന് വെച്ചിട്ട് പാൻറ് ഇടുന്ന ആ ഭാഗത്തെ വണ്ണം എത്രയാണെന്ന് വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു 8, 10 ഇങ്ങനെ ഈ രീതിയിൽ കൂട്ടാം ലൂസ് കേട്ടോ. അപ്പം 8 ഇഞ്ച് കൂട്ടാം അല്ലെങ്കിൽ 10 ഇഞ്ച് കൂട്ടാം. എൻ്റെ വേസ്റ്റ് ഭാഗത്തെ വണ്ണം 40ആണ്. അതിൻ്റെ കൂടെ 10 ഇഞ്ച് കൂടെ ഞാൻ കൂട്ടുന്നു ലൂസ് കിട്ടാൻ വേണ്ടി. അപ്പം 50 ഇഞ്ച്. 50ൻ്റെ 4/1 ഭാഗം 12.5 വരെ അല്ലേ. 50ൻ്റെ 4/1 ഭാഗം ഒരു 12.5 വരെ. ഇതിനൊക്കെ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. അതിന് ഞാൻ പറയാനുള്ള ക്ലാസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന രീതി ഒരു നോർമൽ പാൻറ് കട്ട് ചെയ്യുന്ന രീതി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പം എൻ്റെ വേസ്റ്റ് ഭാഗത്തെ വണ്ണം 40ആണ്. വേസ്റ്റ് ഭാഗത്തെ വണ്ണം 40ആണ്. ആ 40ൻ്റെ കൂടെ 40ആണ്. അതിൻ്റെ കൂടെ നമുക്ക് 10 ഇഞ്ച് കൂടെ ലൂസ് കൂട്ടണം. ഈ 40 തന്നെ ഇട്ടാൽ നമുക്ക് കറക്റ്റല്ലേ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ശരീരം ലൂസ് വേണ്ടേ. അപ്പോൾ ഒരു 10 ഇഞ്ച് കൂടെ കൂട്ടുമ്പോൾ 50 ആവും. ആ 50ൻ്റെ 4/1 ഭാഗം 50ൻ്റെ 4/1 ഭാഗം എന്താ എടുക്കുന്നത്, നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടിരിക്കുക. അപ്പം 12.5. ആ 12.5 മാർക്ക് ചെയ്യാം. ഓക്കെ, 12.5 മാർക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ വരുന്ന ഭാഗത്ത് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കണ്ട. അപ്പോൾ അതിനകത്ത് ഒരു 1 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക. 12.5 ഒന്നുകൂടെ ആകുമ്പോൾ 13.5. ഇവിടെ നമുക്ക് 7 ലെന്ത് കിടക്കത്ര പാൻറ് നീളം 7, 1.5 കൂട്ടിയെടുക്കണം. അപ്പോൾ 8.5. മൊത്തത്തിൽ 8.5 എടുക്കണം. അത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് വേണ്ട. നമുക്ക് ബാൻഡും കിട്ടി, 4 ഭാഗം കട്ട് ചെയ്തു അല്ലേ. പിന്നെ എലാസ്റ്റിക് കൊടുക്കാം, വള്ളി കൊടുക്കാം, എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തൊന്ന് കാണിക്കാം. ഇവിടെയാണ് പാൻറ് ഷേപ്പ് ഉണ്ടാവും. ഇവിടെയാണ് നമുക്ക് ഞൂറ് കൊടുക്കുന്നത് കണ്ടോ. അപ്പം 4ആയിട്ട് മടക്കിയിട്ടേക്കോ. 2 കാലിന് 4ആയിട്ട് മടക്കിയിട്ട ഭാഗമാണ് കാലിൻ്റെ ഭാഗം. നമ്മുടെ ബാൻഡ് പീസാണ് ഇത്. ഇവിടെയാണ് നമുക്ക് സൈഡിലാണ് മുറി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുള്ളത് കണ്ട ഇവിടുന്ന് ഞൂറും കൊടുത്ത് ചെറിയ ഒരു ഇഞ്ച് വീതിയിൽ ഇങ്ങനെ പ്ലേറ്റ്സ് കൊടുത്ത് കറക്റ്റ് നമുക്ക് ഈ രീതി കിട്ടും. ഇതാണ് ക്രോച്ച് ലെന്ത്. നമ്മുടെ കാലിൻ്റെ സെൻറ്റർ ഭാഗത്തെയാണ് ഈ ക്രോച്ച് ലെന്ത്. ഇവിടെ നമുക്ക് മടക്കി തയ്ക്കാൻ വരും. ഓക്കെ, മനസ്സിലായല്ലോ. ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഇവിടെ പ്ലേറ്റ്സ് ഇടുകയാണെങ്കിൽ ഇങ്ങനെ വെക്കും. ഇപ്പം എല്ലാവരും ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനൊരു എളുപ്പത്തിലൊരു നോർമൽ പാൻറ് കട്ട് ചെയ്ത രീതിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ.